നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സേതുവും പല്ലവിയും അഖിലും കൂടെ ഒന്നിക്കുവാണ് മാധവമേനന്റെ മരണത്തിന് ഉത്തരവാദിവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് കുറുപ്പിന് നല്ല ടെൻഷനായിരുന്നു. കുറുപ്പിനോട് CI ചന്ദ്രകുമാർ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി തനിക്ക് രക്ഷയില്ല, താൻ പിടിക്കപ്പെടാനായിട്ട് പോവുകയാണ്. അധികം വൈകാതെ തന്റെ കള്ളത്തരങ്ങളൊക്കെ പുറലോകം അറിയും. താനാണ് മാധവമേനനെ കൊന്നേന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരുമെന്നുള്ള ഇതറിഞ്ഞു കഴിഞ്ഞപ്പത്തിന് കുറുപ്പിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു വെപ്രാളമായി പോയി. തന്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തനിക്ക് പിന്നെ പൊന്നുമടത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. ഇത്രയും കാലം താനൊരു മുഖം മൂടി അണിഞ്ഞ് അവരുടെ മുന്നിൽ നിന്നേ പോരാത്തേന് സേതു തന്നെ വെറുതെ വിടാനും പോകുന്നില്ല. സേതു തന്നെ തീർത്ത് കളയുന്നുള്ള കാര്യം അറിയാം. കാരണം അവന്റെ അച്ഛനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. കൂടത്തിൽ നിന്നിട്ട് ചതിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. എന്ത് ചെയ്യണമെന്ന് കുറിപ്പ് ഒരു നിമിഷം ആലോചിച്ചു. കാരണം പൊന്നുമടങ്കാർക്ക് തന്നെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. കുറിപ്പിന്റെ സമനില തെറ്റുന്ന പോലെ തോന്നി. പിന്നീട് കുറിപ്പ് ഒരു തീരുമാനമൊക്കെ എടുത്ത് നേരെ മുറിയിലേക്ക് പോവാണ്. പിന്നീട് കുറിപ്പ് ഒരു നീണ്ട ലെറ്ററൊക്കെ എഴുതുവാണ്. ഈ സമയത്ത് ഇതൊന്നും പ്രതാപനിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പ്രതാപന്റെ മുറിയിലേക്ക് സേതുവും പല്ലവിയൊക്കെ കടന്നു വന്നു. കാരണം സേതുവും പല്ലവിക്ക് ആ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറുപ്പും കൂടെ ചേർന്നിട്ടാണ് മാധവമേനനെ ഇല്ലാതാക്കിയെന്ന്. പെട്ടെന്ന് സേതുവിനത് വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അച്ഛനെ പോലെ കരുതി സ്നേഹിക്കുന്ന ഒരാള് അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്ന, വർഷങ്ങളായിട്ട് അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന, പക്ഷെ അച്ഛന്റെ മരണശേഷം ഇപ്പോഴും കുടുംബത്തിൽ ഒരു കാരണവരുടെ സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ ഈ കുടുംബത്തോട് ഇങ്ങനെ ഒരു ചതി ചെയ്യും, തന്റെ അച്ഛനെ കൊല്ലാനായിട്ട് നിന്നവനാണ് അയാള്. അപ്പൊ അത് വിശ്വസിക്കാൻ പറ്റിയില്ല ആദ്യമൊന്നും. പിന്നീട് അഖിലാണ് തെളിവുകൾ സഹിതം നിരത്തുന്നത്. ഒടുവില് സേതുവിന് വിശ്വാസമായി. അങ്ങനെയാണെങ്കിൽ മൂന്നാമതൊരാളും കൂടെ ഉണ്ട്. പ്രതാപനും കുറുപ്പും വേറെ ആളും കൂടെ ഉണ്ട്. അയാളും കൂടെ ചേർന്നിട്ടാണ് ഈ കൊലപാതകമൊക്കെ നടത്തിയിരിക്കുന്നത്, പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നീട് അഖില് പറഞ്ഞു, പ്രതാപനെ ശരിക്കും ഒന്ന് ചോദ്യം ചെയ്യുവാണെങ്കിൽ, കൈകാര്യം ചെയ്യുവാണെങ്കിൽ സത്യങ്ങളൊക്കെ പുറത്തു വരുമെന്ന് പറഞ്ഞു. അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവൻ ഇവിടെ വന്ന് വീണ്ടും നല്ല സുഭിക്ഷമായിട്ട് ആഹാരം കഴിച്ച് ഇവിടെ കഴിയുമല്ലേ. അപ്പൊ അവനെ വെറുതെ വിടാൻ പാടില്ല. അവനെ പിടികൂടണം. പിടികൂടിയിട്ട് 4 ചതയ്ക്കുവാണെങ്കിൽ പുറത്തു വരുമെന്ന് പറഞ്ഞ സത്യങ്ങളൊക്കെ. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു? പ്രതാപനെ പോയി പിടികൂടുവാണ് സേതുവും പല്ലവിയും അഖിലും കൂടെ ചേർന്ന്. പ്രതാപനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. പ്രതാപൻ ആദ്യം പതുങ്ങി. പ്രതാപൻ ഒന്നും വിട്ടു പറയാൻ കൂട്ടാക്കില്ല. ഒടുവില് സേതു നല്ല രീതിയിൽ തന്നെ ചതയ്ക്കുവാണ് അവനെ എടുത്തിട്ട്. ഒടുവിൽ പ്രതാപൻ പറഞ്ഞു, ഞാൻ സത്യങ്ങളൊക്കെ പറയാ സേതു, എന്നെയൊന്നും ചെയ്യരുത് പ്ലീസ് എന്നും പറഞ്ഞ് കൈ കൂപ്പാണ്. പറയടാ, ഇതിനകത്ത് വേറെ ആർക്കൊക്കെ പങ്കുണ്ടെന്ന് ചോദിച്ചു. അത് പിന്നെ കുറുപ്പ് സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഗുളിക കൊടുത്തതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സേതു ഞെട്ടിപ്പോയി. പിന്നെ ആർക്കാടാ പങ്കെന്ന് ചോദിച്ചു. അതിന് മറുപടി ഒന്നും പ്രതാപൻ പറഞ്ഞില്ല. അപ്പോഴേക്കും സേതുവിടെ സത്യം പറ, നിനക്കറിയാന്ന് പറഞ്ഞു. എനിക്കറിയില്ല സേതു, അത് കുറുപ്പ് സാറിനോട് തന്നെ ചോദിച്ചാൽ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, എനിക്ക് വേറെ ആരെക്കുറിച്ചും അറിയില്ല എന്നൊക്കെ പ്രതാപൻ പറഞ്ഞു. അപ്പോഴേക്കും അഖില് പറഞ്ഞു, എന്നെ വെറുതെ വിടും നീ വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ എടുത്തിട്ട് ഇടിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനാണ് അച്ചു അങ്ങോട്ടേക്ക് വരുന്നത്. അച്ചു ഈ കാഴ്ചകളെ കണ്ടു. ഒടുവില് അച്ചു ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുകയാണ്. തന്റെ അച്ഛൻ മരിച്ചതല്ല, തന്റെ അച്ഛനെ കൊന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. അച്ഛന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. മുറിയിലേക്ക് പോയിട്ട് അച്ചു പൊട്ടിക്കരയാണ്. ആ സമയത്ത് ശ്രീഹരി അങ്ങോട്ട് വന്നേ. ശ്രീഹരി കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. എല്ലാം കേട്ടിഞ്ഞപ്പോ ശ്രീഹരി സമാധാനിപ്പിക്കണം. നീ വിഷമിക്കാതിരിക്കുക അച്ചു, നീ സങ്കടപ്പെട്ട് എന്താവാനായിട്ടാ? എന്നാലും ഇത്രയധികം ജീവനോടെ സ്നേഹിച്ചിട്ട് കുറുപ്പമ്മാന് ഞങ്ങളോട് ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോ. അതിന് മറുപടി പറയാൻ ശ്രീഹരിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മയാണെങ്കിലും ഞങ്ങളൊക്കെ ആണേലും കുറുപ്പമ്മാനെ കണ്ടിരുന്ന അച്ഛൻ മരിച്ചതിന് ശേഷം സ്വന്തം അച്ഛന്റെ സ്ഥാനത്തായിരുന്നു. എന്നിട്ടും ഈ കുടുംബത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറുപ്പമ്മാൻ ഈ ചതി ചെയ്യാനായിട്ട്. ശ്രീഹരി പറഞ്ഞു, മനുഷ്യന്റെ കാര്യം ഇങ്ങനെയൊക്കെയാ, നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നവരായിരിക്കും ഒടുവില് നമ്മളെ ചതിക്കുന്നത്. നീ ഇനിയിപ്പൊ അതൊന്നും ഓർത്ത് കരയല്ലേ അച്ചു, നിന്റെ വയറ്റ് കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. നീ വിഷമിക്കാതിരിക്കുക. കുറുപ്പമ്മാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കുക, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതെന്താളും സേതുവേട്ടനും പല്ലവി ചേച്ചിയൊന്നും വെറുതെ വിടത്തില്ല. ഉറപ്പായിട്ട് സേതുവേട്ടനും പല്ലവി ചേച്ചിയൊക്കെ പണി കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞു. ശരിയായിരുന്നു, സേതുവിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ഇതിന്റെ പിന്നെ വേറെ ആരൊക്കെയോ കളിച്ചിട്ടുണ്ട്. അവരാരാ എന്താന്നൊക്കെ കണ്ടെത്തുക തന്നെ ചെയ്യണം. ഈ സമയത്ത് പ്രതാപനെ എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പ്രതാപനെ രക്ഷപ്പെടാനായിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അവര്. ഒടുവില് പ്രതാപനെയും കൂട്ടിക്കൊണ്ടാണ് കുറുപ്പിന്റെ അടുത്തേക്ക് പോകുന്നത്. ഈ സമയത്താണ് പൂർണിമയോട് പോയി അച്ചു കാര്യങ്ങളൊക്കെ പറയണേ. ഈ കുടുംബത്തെ ചതിക്കാനായിട്ട് കുറുപ്പമ്മാനും കൂട്ടു നിന്നിട്ടുണ്ടായിരുന്നു.
അതെ, അച്ഛൻ മരിച്ചതല്ല, അച്ഛനെ കൊന്നതാണ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം പൂർണ്ണിമ ഞെട്ടിപ്പോയി. പൂർണ്ണിമ ഒട്ടും പ്രതീക്ഷ കാര്യമായിരുന്നില്ല, താൻ സഹോദരനെ പോലെ കണ്ട് സ്നേഹിച്ച ആള് ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നുള്ള കാര്യം. ഒടുവിൽ പൂർണ്ണിമ പറഞ്ഞു, മോളെ അച്ചു, ഒരു പക്ഷേങ്കില് ഇനിയിപ്പം ഇവർക്ക് തെറ്റിയതാണെങ്കിലോ, കുറുപ്പേണ്ണ ഒരിക്കലും അങ്ങനെ ചതി ചെയ്യില്ല, എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അമ്മേ, അമ്മയ്ക്ക് അറിയത്തില്ലാത്തോണ്ടാ. ഒരിക്കലും അങ്ങനെയല്ല. എന്താണെങ്കിലും പ്രതാപനങ്ങള് കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. അത് മാത്രമല്ല, സേതുവേണ്ണും പല്ലവിച്ച് അത് കണ്ടെത്തിയ കാര്യങ്ങളാന്ന് പറഞ്ഞു. അറിയാം, ഇതിനകത്ത് ഒരാളോ രണ്ടുപേരോ ഒന്നുമല്ല, 2-3 പേരെങ്ങാണ്ടുണ്ട്. ഒരുപക്ഷെ ആ ഡോക്ടറെ കണ്ടെത്തുവാണെങ്കിൽ തന്നെ സത്യങ്ങളൊക്കെ പുറത്തു വരാൻ പുറത്തറിയിക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. ആ ഡോക്ടർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉള്ളതെന്ന്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഡോക്ടറെ അവർ തട്ടിക്കൊണ്ട് പോവോ, ഡോക്ടർക്ക് എന്തോ സംഭവിക്കുകയോ ചെയ്തേ. ആ ഡോക്ടറെ ഇനി കിട്ടുവാണെങ്കിൽ മാത്രമേ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. പൂർണ്ണിമയ്ക്ക് അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു. പൂർണ്ണിമയും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലോ. ആ സമയത്ത് സേതുവും പല്ലവിയും അവർ നേരെ കുറുപ്പിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. പ്രതാപനാണെങ്കിൽ എങ്ങനെയെങ്കിലും കുറുപ്പിന്റെ വിവരങ്ങളൊക്കെ അറിയിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും സാധിച്ചില്ല. അതിനു മുമ്പ് തന്നെ അഖിലൊക്കെ പിടികൂടുകയും ചെയ്തല്ലോ. അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് കഥ കടഞ്ഞു കിടക്കുമായിരുന്നു. കുറച്ച് തവണ മുട്ടിയിട്ടും കഥ തുറന്നില്ല. ആ സമയത്ത് പ്രതാപനോട് പറഞ്ഞു, എടാ വിളിച്ചു നോക്കടാന്ന് പറഞ്ഞു. കുറുപ്പിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയിട്ട് കുറുപ്പ് ഫോണും എടുത്തില്ല. അപ്പോഴേക്കും സേതു പറഞ്ഞു, അകത്ത് കാണുമായിരിക്കും, നമ്മൾ വരുമെന്ന് അറിഞ്ഞ് ചിലപ്പോൾ ഒളിച്ചിരിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, കഥ ചവിട്ടി പൊളിച്ചാണല്ലോ അകത്ത് കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, കഥയൊക്കെ തല്ലി പൊളിച്ച് അവരകത്ത് കിടക്കണം. അകത്ത് കിടന്നു കഴിഞ്ഞപ്പോൾ അവിടെയെങ്കിലും കണ്ടില്ല. പിന്നെ ഇത് എവിടെ പോയി എങ്ങനെയൊക്കെ ഓർത്തോണ്ട് അവരകത്തേക്ക് ചെല്ലുവാണ്. അകത്തേക്ക് ചെല്ലും കുറുപ്പിന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ഫാനയ്ക്ക് തൂങ്ങിയാടുന്ന കുറുപ്പിന്റെ ശരീരം. ഒരു നിമിഷം അവരും ഞെട്ടിപ്പോയി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കുറുപ്പ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന്. തന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കുറുപ്പ് ആത്മഹത്യ ചെയ്താണോ അതോ ഇനിയിപ്പം കുറുപ്പിനെ ആരെങ്കിലും ഇല്ലാതാക്കിയതാണെന്നും പറയാൻ പറ്റില്ല. 3 പേരുണ്ടെന്നാ പറയണേ. ഇനിയിപ്പോ ഒരാളുടെ പേര് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ആ കൃത്യങ്ങൾ നിർവഹിച്ചാണെന്നും അറിയില്ല. നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയും പറയാം ആ 3ാമത്തവൻ ആരാന്ന്. ഇനിയിപ്പോൾ അധികം ദിവസമില്ല, 2-3 ദിവസത്തിനുള്ളിൽ തന്നെ സേതുവിന്റെയും പല്ലവിയുടെയും കഥ അവസാനിക്കാനായിട്ട് പോകട്ടോ. ആ 3 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും പുറത്തു വരും. ചതിയുടെ കഥകളൊക്കെ പുറത്തു വരും. ഡോക്ടർ ഹരിനാരായണൻ എവിടെയാണെന്നും അദ്ദേഹത്തെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ അദ്ദേഹത്തെ കൊന്നു തള്ളിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുള്ളൂ. അപ്പൊ എന്താണല്ലോ ഒരു കാര്യം ഉറപ്പായി, പ്രതാപൻ എന്താണെങ്കിലും ജയിലിലേക്ക് പോവുക തന്നെ ചെയ്യും. കുറുപ്പ് നേരത്തെ തന്നെ രക്ഷപ്പെട്ടു. ഇനിയിപ്പം 3ാമത്തെ ഒരാള്, അയാളാണ് ഏറ്റവും വലിയ ശത്രു എന്ന് തോന്നുന്നത്. ഇവരുടെ എല്ലാം കൂടെ കൂട്ട് തന്നെ. അയാളെ അധികം വൈകാതെ തന്നെ പിടികൂടും. കുറുപ്പോടെ ആത്മഹത്യയെക്കുറിപ്പ് അതിൽ കത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ അതിനകത്ത് 3ാമതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കാണുമായിരിക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.